80 വയസ്സുള്ള കിടപ്പ് രോഗിയായ അമ്മ മരിച്ചപ്പോൾ കണ്ണുനീരോടുകൂടി നിൽക്കുന്ന ഒരു മകൻ. നീണ്ട വർഷങ്ങൾ രോഗിക്കിടക്കയിൽ ഈ അമ്മ കിടക്കുമ്പോൾ ഈ അമ്മയെ സ്നേഹിക്കാൻ, അമ്മയെ ശുശ്രൂഷിക്കാൻ ജോലിക്ക് പോകാതെ ഈ അമ്മയോടൊപ്പം എന്നും സ്നേഹിച്ച ഈ മകൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി. ആ ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേദന തോന്നിക്കാണാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-5 വർഷങ്ങൾ മുമ്പ് തന്നെ ബെഡഡായി. സഹോദരിമാരൊക്കെ ഉണ്ടാവും, വിവാഹം കഴിഞ്ഞൊക്കെ അവരുടേതായ സമയങ്ങളിലൊക്കെ വന്ന് നല്ല ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. എങ്കിലും രാത്രിയും പകലും വീട് വിട്ടു പോകാതെ അമ്മയുടെ സ്നേഹത്തിന് കുറവ് വരുത്താതിരിക്കാൻ വേണ്ടി അകലങ്ങളിൽ ജോലിക്ക് പോകാതെ ഈ മകൻ കണ്ണുനീരോടുകൂടി നിൽക്കുന്ന ചിത്രം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. എത്ര അഭിമാനകരമാണല്ലേ! വിവാഹം വേണ്ടെന്ന് വെച്ച് അമ്മയുടെ ശുശ്രൂഷകൾക്കൊരു കുറവും വരുത്താതെ ഈ ജീവിച്ചിരിക്കുന്ന 80ാമത്തെ വയസ്സിൽ ഈ പ്രിയപ്പെട്ട അമ്മ വേർപെട്ടു പോയപ്പോൾ ആ കണ്ണുനീര് എത്രയോ വലുതാണെന്ന് ഞാൻ ചിന്തിച്ചു. ദൈവത്തിന് നന്ദി പറയും. ഇതുപോലെയുള്ള മക്കളൊക്കെ ഇത്രയും സ്നേഹത്തോടെ, കരുതലോടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയൊക്കെ സ്നേഹിക്കുന്നു. ഒരു ജീവിതാന്തസ് വേണ്ടെന്ന് വെച്ച് വലിയ വലിയ ജോലികളോ ജീവിത സാഹചര്യങ്ങളോ മെച്ചപ്പെടുത്താൻ തന്ത്രപ്പെടാതെ പൊന്നുപോലെ നമുക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഇതുപോലെയുള്ള മക്കളൊക്കെ നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടാകാം. അവരെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് നിർത്താം. ജീവിതങ്ങൾ വേണ്ടെന്ന് വെച്ച് നമ്മളൊക്കെ മലയാള പുസ്തകത്തിൽ വായിക്കുന്ന പോലെ അച്ഛന് വേണ്ടി വാർദ്ധക്യം സ്വീകരിച്ച് യൗവനം അച്ഛന് കൊടുത്ത യയാതിയെ പോലെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി തൻ്റെ വിവാഹമെന്ന സ്വപ്നം വേണ്ടെന്ന് വെച്ച്, തൻ്റെ ജോലി മേഖലകൾ വേണ്ടെന്ന് വെച്ച് എന്നും കൂടെ നിന്ന ഈ മകനെ പോലെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കാം. എല്ലാ മക്കളെയും ഓർക്കാം. അവരുടെ കരുതലും സ്നേഹവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് നിത്യതയിലേക്ക് പോയ അമ്മ സ്വർഗത്തിലിരുന്ന് ഇതുപോലുള്ള എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ദൈവം സമൃദ്ധമായി നമ്മളെയും ഇതുപോലെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കട്ടെ.